ഇന്നലെ നമ്മുടെ മുഖത്ത് പുട്ടിയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിക്കണ്ടാവും ഇതെന്താ പുട്ടിയൊന്നും ഇല്ലാണ്ട് വെറുതെ എണ്ണാച്ചിനെ പോലെ വന്നിരിക്കുന്നതെന്ന്. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ ആണോ. നമ്മൾ ഹോം മെയ്ഡ് എന്തെന്താ ഒരു സ്കിൻ കെയർ പാക്കാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഈ സംഭവം ഐഡിയ എന്ന് ഉദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിഞ്ഞാന്നാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ചേച്ചിയുണ്ട്, മിൻറ്റി ചേച്ചി. അപ്പോൾ ചേച്ചി ഇങ്ങനെ എന്തെന്നാ ഏത് കമ്പനിയുടെ ആൽപ്സോ അങ്ങനെ എന്തോ കമ്പനിയുടെ ആൽപ്സ് ഗുഡ്നെസ് എന്തോ ബീറ്റ്റൂട്ടിൻ്റെ പൗഡർ മുഖത്തിടുന്നുണ്ട്. അപ്പോൾ അത് അമ്മയുടെ അടുത്ത് മേടിച്ച് തരാൻ പറഞ്ഞപ്പോൾ അമ്മ മേടിച്ച് തരില്ലെന്ന് പറഞ്ഞു. സോ നിസ്സാരം. അപ്പോൾ അതെന്നാൽ പിന്നെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. വെറുതെ ഒന്നുമില്ല, നമ്മുടെ ബീറ്റ്റൂട്ട് ജസ്റ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അത് നമ്മൾ നല്ല വെയിലത്ത് എന്നിട്ട് 48 hours 2 ദിവസം അല്ലേ, അതെ 2 ദിവസം വെയിലത്തിട്ടോട്ട് ഉണക്കുക. ഉണക്കി കഴിഞ്ഞിട്ട് അതങ്ങോട്ട് എന്തെന്നാ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക, പൗഡറാക്കുക. എന്നിട്ട് നമുക്കിഷ്ടമുള്ള എന്തെന്നാ പാൽപ്പൊടിയിലോ മിക്സ് ചെയ്ത് അതല്ലെങ്കിൽ തൈരിലോ നീരൊക്കെ മിക്സ് ചെയ്ത് മുഖത്ത് തേക്കുന്ന പരിപാടിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമുക്ക് അടുക്കളയിൽ പോയി ബീറ്റ്റൂട്ട് പൊടിക്കാം. ടാറ്റാ. അടുക്കളയിൽ വന്നു മൊത്തം അലങ്കോലമായിരിക്കാം. പിന്നെ ഇവിടെ ഒരു സംഭവം കണ്ടു ഗൈസ്, നമ്മുടെ അങ്കമാലിക്കാരുടെ സ്വന്തം സ്പെഷ്യൽ സാധനം പോർക്ക് കറി. പോർക്ക് കറി. പക്ഷെ എനിക്ക് കഴിക്കാൻ പാടില്ല, എനിക്ക് ശ്വാസം മുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കഴിക്കാൻ പാടില്ല. ചേട്ടനാണ് ഇവിടെ ഇല്ല, ചേട്ടൻ ലുലുമാളിൽ പോയിക്കണം. അമ്മ അപ്പുറത്ത് കുത്തിയിരിക്കുന്നുണ്ട്. അടുക്കളപ്പം എനിക്ക് വിട്ടെന്നേക്കണം പൗഡർ ഉണ്ടാക്കാനായിട്ട്. എവിടെ വെച്ച് ബീറ്റ്റൂട്ട് ഓക്കെ ഓക്കെ. അപ്പം ഞാൻ നമ്മുടെ ഈ സാധനം ബീറ്റ്റൂട്ട് കണ്ടോ ഇങ്ങനെ ഉണക്കിയെടുത്തു ഞാൻ. ഇത് ബാക്ക് ക്യാമറ ഓണാവില്ല, എന്താണാവില്ല. ഇത് പ്രത്യേകതര ഒരു ഫോണാണ്, OnePlus. ഒരു ഇതില്ല. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് ഫോൺ ഇവിടെ വയ്ക്കാം. എല്ലാവർക്കും ഹുഷ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പൊടി പൊടിയല്ല ബീറ്റ്റൂട്ട് ഇങ്ങനെ ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേറെ ആളും കൂടി ഉണ്ട്. വേറെ ആൾ വന്ന് ഇവിടെ വന്നിരിക്കുന്നു. ഓക്കെ, അവനെന്താ സംഭവം എന്നറിയാൻ വേണ്ടി വന്നേക്കണം. അപ്പോൾ നമ്മൾ എൻ്റെ പൊന്നി അടുക്കളയിൽ പണിയെടുക്കാൻ തുടങ്ങിയെന്നൊക്കെ തോന്നുമ്പോൾ സ്കിൻ കെയറിന് വേണ്ടി നമ്മൾ എന്തും കാട്ടിക്കൂട്ടും. അടുക്കള നമ്മൾ തലയിച്ച് കൂട്ടും. ഓക്കെ സെറ്റ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബീറ്റ്റൂട്ട് എടുത്ത് നടാൻ പോണേ. ഞാൻ ചീറ്റി പോയാണ്ടല്ലോ പൊളിക്ക്. എൻ്റെ 2 ദിവസത്തെ വെയിലും ബീറ്റ്റൂട്ടൊക്കെ വേസ്റ്റാണ്. സെറ്റ്. ഇനി മിക്സി ഉണ്ട് ഇവിടെ തൊട്ടപ്പുറത്തന്നെ. അയ്യോ ഓക്കെ, ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ. അപ്പം ഇവിടെ ഇരിക്കുന്നത് നമ്മൾ ഓക്കെ. പൊടിഞ്ഞില്ല, ഞാൻ പറഞ്ഞത് ചീറ്റി പോകുന്നു. ദേ ഇങ്ങനെ പറിച്ച് അരിപ്പൊടി ഇട്ട് വയ്ക്കാല്ലേ. ഇത്ര ഞാൻ അരിപ്പൊടി ഇട്ടത്. ഇത് പൊടിഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ തീർന്നു. ഇന്നത്തെ കാര്യമൊക്കെ പോക്കണം. കുറച്ച് അരിപ്പൊടി ഇട്ടു. ഇല്ലാത്ത ഞാൻ ലിസ്റ്റിൽ പറയാത്ത സാധനങ്ങളൊക്കെ ഞാൻ ഇട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ചീറ്റി പോകാൻ പാടില്ല.
minutes later. ഗൈസ്, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ടീസ്പൂണുണ്ട്, പാത്രമുണ്ട്, ബീറ്റ്റൂട്ട് പൊടിയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്താ ബീറ്റ്റൂട്ട് പൊടിയും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് അടിച്ച് എടുത്ത പൗഡർ. ഓക്കെ, അതിന് നമ്മൾ ചേർക്കാൻ പോകുന്ന കേട് തൈരാണ്. കുറച്ച് അരി അതിന് കട്ടയായിട്ടിരിക്കുന്നു, ഫ്രിഡ്ജ് കേടനല്ലേ, ഐസ്ക്രീം പോലെ ഇരിക്കുന്നു കണ്ട, തൈരിലല്ലേ. തൈരിന് പകരം ദോശമാവ് ചേർത്താൽ മതി എന്ന് തോന്നുന്നത്. ഇത് ദോശമാവാ. എന്തെങ്കിലും ആവട്ടെ, ദോശമാവ് കൊണ്ട് ചേർക്കാം ഇത്തിരി വേണമെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് തൈര് എടുക്കുക. എന്നിട്ട് തൽക്കാലം ഞാൻ തൈരാണെന്ന് വിചാരിച്ച് എടുക്കണ സാധനം ദോശമാവാണ്. തൈരില്ല. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ സാധനം ചേർക്കാം. എന്താണ് തേൻ, നല്ലതാ ഫോർ നല്ല സ്കിന്ന് നല്ല ഗ്ലോ ആവാൻ തേൻ നല്ലതാണെന്ന് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ തേക്കാറൊക്കെയുണ്ട്, പക്ഷേ എൻ്റെ സ്കിന്നിന് വലിയ മാറ്റമൊന്നും വരില്ല. അപ്പോൾ ഓക്കെ, കുറച്ചൊരു വെള്ളം ഒഴിക്കും. ഇത് മാതിരി കട്ട പോലെ ഇഷ്ടം പോലെ ആയി ഗൈസ്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെപ്പോലെ ഇങ്ങനെ മണ്ടത്തരൊന്നും പറ്റാണ്ട് എല്ലാവരും നല്ല രീതിയിൽ സൺസ്ക്രീൻ ഇങ്ങനെ സ്കിൻ പാക്കൊക്കെ മുഖത്തിട്ടാണ് ഉണ്ടാക്കുക. അപ്പം നമ്മുടെ സാധനം സെറ്റ് കൈ കൊണ്ട് ഞാൻ ചെയ്തേ. മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തൊക്കെ ചേർക്കണമെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ബീറ്റ്റൂട്ട് പൊടി, അരിപ്പൊടി, തൈരിന് പകരം നമ്മൾ ദോശമാവ്, മിക്സ് വെല്ല്. ഓക്കെ, എന്നിട്ട് കൈയൊക്കെ വറക്കണം. അടിക്കാത്തതിൻ്റെ അന്ന് വിചാരിച്ചിട്ട് അടിക്കാറില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ് മുഖമൊന്നും കഴുകാണ്ട് ഇതൊക്കെ പിടിച്ച് തേച്ച് വെക്കണേന്ന്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കണേക്കാൾ മുന്നേ ചേട്ടൻ്റെ ഫേസ് വാഷ് എടുത്ത് അടിച്ച് മാറ്റി ഞാൻ മുഖം കഴുകിയിട്ടാണ് ഇരിക്കുന്നത്. അത്രയ്ക്കും ബുദ്ധിയില്ലാത്തതാണ് ഞാൻ നിങ്ങൾ വിചാരിക്കരുത്. ഓക്കെ, തലയിൽ വെള്ളം ഒഴിക്കണ്ടല്ലേ, ഇതൊന്ന് മുഖത്തിരിക്കണ്ടേ. ഈ കട്ട പിടിച്ച് ഇവിടേക്ക് ആക്കി കഴിഞ്ഞ് ചേട്ടൻ എന്നെ കൊല്ലും. ചേട്ടൻ്റെ മുറിയാണ് അതാ. ശുഭലക്ഷണം, എന്നെ കൊല്ലും ദൈവമേ. എന്തിരട്ടെ, കൊല്ലട്ടെ. നല്ല രസമുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ പിങ്കീശ്വരി ആയിട്ടിരിക്കുന്നുണ്ട്. അയ്യോ, ചിലരുടെ സ്കിന്നൊക്കെ കാണണം എൻ്റെ പൊന്നു. വെള്ളമൊക്കെ ചിരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലഷ് വരും അവർക്ക്. എനിക്കതൊന്നുമില്ല. അപ്പം അത് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ നാടൻ സ്റ്റൈലാണ്, ഒക്കെ നാച്ചുറലാണ്, ഒന്നും കെമിക്കലില്ല. ഓക്കെ, പിന്നെ ഡോറയിൽ പോയപ്പോൾ ആ ചേച്ചി കുറച്ച് സൺസ്ക്രീൻ മേടിച്ച് പുരട്ടാൻ പറഞ്ഞത്. ടാൻ അടിച്ച് കരിഞ്ഞ് എവിടെയെങ്കിലും കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് രാഗിയുടെ ഉണ്ട് സാധനം. ഓക്കെ, ഇത്ര മതിയാവില്ലല്ലേ.
കഴുത്തുമ്മ ഇപ്പം ചൊറിയുണ്ടോ? ചൊറിയണില്ല. ചൊറിയുണ്ടെങ്കിൽ അത് പ്രവർത്തിച്ചു തുടങ്ങിയെന്നർത്ഥം. കഴുത്തുമ്മ പെരട്ടാം. ഈശ്വര, ഇത് മൊത്തം തഴപ്പമുള്ള കോവിലിൻ്റെ ബെഡ്. ഞാൻ ബെഡ് മേടിക്കണേ, ചേട്ടൻ്റെ ബെഡ്. നമ്മുടെ ഫേസ് വാഷ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. പക്ഷെ മിൻറ്റു ചേച്ചിയുടെ ഭയങ്കര ഡാർക്ക് റെഡ് ആയിരുന്നു. ഇത് ഭയങ്കര ഒരു പിങ്ക് എന്തോ ചേച്ചിയുടെ. എന്തായാലും വാഷ് ചെയ്ത് നോക്കാം. ഹോം മെയ്ഡ് അല്ലേ, ഇത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ വാഷ് ചെയ്തിട്ട് വരാം ഗൈസ്, അതാണ് നല്ലത്. ഇതാണ് റിസൾട്ട്. ടാനൊക്കെ കുറച്ച് റിമൂവ് ആയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, വെളുത്തു. ട്രൈ ചെയ്യുക ഗൈസ്. സംഭവം മണ്ടത്തരം പറ്റിയതാണെങ്കിലും സംഭവം സെറ്റായിട്ടുണ്ട്, എനിക്കിഷ്ടമായി. അപ്പോൾ ആഴ്ചയിൽ 2-3 തവണ ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കും. ഉറപ്പ്, ഗ്യാരണ്ടി നാൻ. ബൈ ബൈ, ടാറ്റാ. നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാടാ. അയ്യോ.